മഹാരാഷ്ട്രയിൽ തിരക്കിട്ട നാടകീയ നീക്കങ്ങൾ ശിവസേന ഉദ്ധവ് വിഭാഗം പിളർപ്പിന്റെ വക്കിലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം വലിയ തകർച്ച അഭിമുഖീകരിച്ചിരുന്നു. മഹാരാഷ്ട്ര നിയമസഭയിൽ കേവലം 20 സീറ്റുകൾ മാത്രം നേടാനാണ് മുൻപ് ഭരിച്ചിരുന്ന ഉദ്ധവിനും കൂട്ടർക്കും കഴിഞ്ഞത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ അടക്കം കയ്യാങ്കളിയുടെ വക്കിലേക്ക് ആ യോഗം നീളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ശിവസേനയുടെ ഏറ്റവും മുതിർന്ന നേതാവും അവരുടെ സ്പോക്സ്മാനും ായിരുന്ന സഞ്ജയ് റാവുത്ത് കോൺഗ്രസുമായി ചർച്ച നടത്തിയിരിക്കുന്നു. കോൺഗ്രസിലേക്ക് ജോയിൻ ചെയ്യാൻ അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം രാജ്യസഭ MP ആണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. നിയമസഭ, അതായത് മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്ന് ഇനി ജയിച്ച് കയറുക അസാധ്യമാണ് സഞ്ജയ് റാവുത്തിന്. കാരണം 20 MLA വെച്ചിട്ട് ഒരു രാജ്യസഭ MP ജയിപ്പിക്കാൻ ശിവസേനയ്ക്കും കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹം മാറുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സഞ്ജയ് റാവുത്തിന് നേർക്ക് കയ്യാങ്കളിയുടെ വക്കുവരെ എത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം. ഒരു മുറിയിലേക്ക് സഞ്ജയ് റാവുത്തിനെ ഈ നേതാക്കന്മാർ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നൊക്കെയുള്ള തരത്തിൽ മുൻപ് വാർത്തകൾ വന്നിരുന്നു. ഏതായാലും BJP ശിവസേന ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയതിൽ പ്രധാനിയാണ് ഈ സഞ്ജയ് റാവുത്ത്. BJPയുടെ കടുത്ത ശത്രുവായി തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നൊരു നേതാവാണ് സഞ്ജയ് റാവുത്ത്. ഏതായാലും ഈ സഞ്ജയ് റാവുത്ത് കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ നിലവിൽ ഉദ്ധവും BJPയുമായി അടുക്കാനായി യാതൊരു പ്രതിബന്ധങ്ങളുമില്ല. അവിടെ BJPയും ശിവസേനയും തമ്മിൽ അകറ്റിയതും അടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതും സഞ്ജയ് റാവുത്താണ്. അതുകൊണ്ട് തന്നെ സഞ്ജയ് റാവുത്ത് പോയാൽ ശിവസേനയുടെ ഉദ്ധവ് വിഭാഗം BJPയിലേക്ക് തന്നെ അല്ലെങ്കിൽ NDAയിലേക്ക് തന്നെ മടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏതായാലും തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരുപക്ഷെ ഇന്നോ നാളെയോ വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് നൽകാൻ കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.